ഗണിത ക്ലാസ്സിൽ ഒരു സംഖ്യ അതെത്ര വലിയ സംഖ്യ ആയാലും തെറ്റാതെ കൃത്യമായി വായിക്കുന്നത് എങ്ങനെയെന്ന് പഠിക്കാം. ഒരു സംഖ്യ വായിക്കണമെങ്കിൽ ആദ്യം നമ്മൾ സ്ഥാനവിലകളെ പറ്റി കൃത്യമായി അറിഞ്ഞിരിക്കണം, അല്ലേ? സ്ഥാനവില ഒന്ന് പറഞ്ഞു നോക്കൂ, എന്തൊക്കെയാണ്? 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി, 10 കോടി. ഇതുവരെയുള്ളത് മാത്രമേ നമ്മുടെ ടെക്സ്റ്റിലെ കണക്കുകളിലുള്ളൂ. അതുകൊണ്ട് തന്നെ ഇത്തരം 7, 8, 9 അക്കങ്ങളുള്ള ഒരു സംഖ്യയെ തെറ്റാതെ വായിക്കാനുള്ള മാർഗം നമുക്ക് നോക്കാം. നോക്കോളൂ, ബോർഡിൽ ഞാനൊരു സംഖ്യ, ചെറിയൊരു സംഖ്യയാണ് എഴുതുന്നു. ഈ സംഖ്യ ഇപ്പൊ തന്നെ നിങ്ങൾ വായിച്ചിരിക്കും, അല്ലേ? പക്ഷെ എല്ലാ കൂട്ടുകാർക്കും തെറ്റാതെ ഇത് വായിക്കാൻ പറ്റണമെന്നില്ല. നമുക്ക് അവർക്ക് കൂടി തെറ്റാതെ പറഞ്ഞു കൊടുക്കാനുള്ള ഒരു മാർഗം കണ്ടെത്തിയാലോ? അതിനുള്ള മാർഗം ഇതാണ്. സംഖ്യയെ ഈ ഭാഗത്ത് നിന്ന് 1, 2, 3 അക്കങ്ങൾ കഴിഞ്ഞാൽ ഒരു കോമ ചേർത്തുകൊണ്ട് സംഖ്യയെ നമുക്ക് ഗ്രൂപ്പാക്കാം. ഇനി നോക്കിക്കോളൂ സംഖ്യ വായിക്കുന്ന വിധം. ഇതൊരു 5 അക്ക സംഖ്യയാണ്, അല്ലേ? സ്ഥാനവില അനുസരിച്ചാണെങ്കിൽ 1, 10, 100, 1000, 10000. അതായത് സ്ഥാനവില നോക്കാതെ ഇതുപോലെ സംഖ്യയെ ഗ്രൂപ്പാക്കിയാൽ നമുക്ക് എളുപ്പത്തിൽ വായിക്കാം. 20,516. കണ്ടല്ലോ? ഇനി മറ്റൊരു സംഖ്യ പെട്ടെന്ന് വായിക്കണേ. സംഖ്യ കണ്ടോളൂ. ഈ സംഖ്യയെ നമുക്ക് സ്ഥാനവില നോക്കാതെ എളുപ്പത്തിൽ വായിക്കാം. ഈ 3 അക്കങ്ങൾ കഴിഞ്ഞതിന് ശേഷം ഒരു കൊമയിട്ടോ പിന്നീട് 2 അക്കങ്ങൾ ചേർന്ന് വരുന്ന ഗ്രൂപ്പാക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. അതായത് 4 കഴിഞ്ഞൊരു കൊമ വന്നു, അതുപോലെ 7, 8 എന്ന അക്കം കഴിഞ്ഞ് വേറൊരു കൊമ, പിന്നീട് 9, 6, 7. ഇനി വായിക്കുന്ന വിധം എങ്ങനെയാണ് നോക്കോളൂ. 1, 10, 100, 1000, 10000, ലക്ഷമാണ്, അല്ലേ? 4,78,967. ഇങ്ങനെ ഏതൊരു വലിയ സംഖ്യയും നമുക്ക് വായിക്കണമെങ്കിൽ ഈ രീതിയിലാണ് സംഖ്യകളെ ഗ്രൂപ്പാക്കേണ്ടത്. ഇവിടെ നിന്ന് 1ന്റെ സ്ഥാനത്ത് നിന്ന് ഇങ്ങോട്ട് 3 അക്കങ്ങൾ എടുക്കുന്നു, ബാക്കിയുള്ളത് മുഴുവൻ നമ്മൾ എന്ത് ചെയ്യുന്നു? 2 അക്കങ്ങളുള്ള ഗ്രൂപ്പുകളാക്കുന്നു. ഇനി വലിയൊരു സംഖ്യ നമുക്കറിയാം, നമ്മുടെ ഫോൺ നമ്പർ 10 അക്ക സംഖ്യയാണ്. ഒരിക്കലും ഫോൺ നമ്പർ നമ്മൾ ഇങ്ങനെ സംഖ്യാ രീതിയിലല്ല പറയുക, അത് ഓരോ ഡിജിറ്റായാണ് നമ്മൾ പറയുക. അല്ലെങ്കിൽ നമുക്ക് ഇഷ്ടമനുസരിച്ച് പറയാം. ഇപ്പം എൻ്റെ ഫോൺ നമ്പർ ഞാൻ ഇവിടെ എഴുതുന്നു, അതൊരു സംഖ്യയാണെങ്കിൽ അതെങ്ങനെ വായിക്കുമെന്ന് നമുക്ക് കണ്ടെത്താം. ഞാൻ ഈ സംഖ്യയെ സൗകര്യത്തിനായി, ഫോൺ നമ്പർ ആണല്ലോ, സൗകര്യത്തിനായി വിളിക്കുന്നത് 80, 75, 87, 75, 80 എന്നാണ്. എന്നാൽ ഈ 10 അക്ക ഉള്ള ഒരു സംഖ്യയാണ് ഇതെങ്കിൽ അത് ആ രീതിയിലല്ലല്ലോ വായിക്കേണ്ടത്. ഇനി വായിക്കുന്ന വിധം നമുക്ക് നോക്കാം. നോക്കോളൂ, ഈ 3 അക്കം കഴിഞ്ഞൊരു കൊമ, ഇവിടെ 2 അക്കങ്ങൾ കഴിഞ്ഞൊരു കൊമ, ഇവിടെയും 2 അക്കങ്ങൾ കഴിഞ്ഞൊരു കൊമ. ഇനി അടുത്തത് നമുക്കൊന്ന് സ്ഥാനങ്ങൾ നോക്കാം. 1, 10, 100, 1000, 10000, ലക്ഷം, 10 ലക്ഷം, കോടി. ഇത് 10 കോടി, ഇത് 100 കോടി. അപ്പം നമ്മൾ ഈ 10 കോടി വരെ പഠിച്ചത് കൊണ്ട് തന്നെ നമുക്ക് ഇതിനെ എങ്ങനെ വായിക്കാം? 807,77,580. അതായത് 807,78,77,580. ഈ വിധത്തിലാണ് ഏതൊരു സംഖ്യയെയും തെറ്റുകൂടാതെ കൃത്യമായി വായിക്കാൻ നമ്മൾ പഠിക്കേണ്ടത്. ഇനി മറ്റൊരു കാര്യം, നമ്മൾ ഈ ക്ലാസ്സിൽ പറഞ്ഞത് മാത്രം പോരല്ലോ, സ്വന്തമായി ചെയ്യാനും സ്വന്തമായി വായിച്ച് പറയാനും എഴുതാനും നമ്മൾ ശീലിക്കണ്ടേ? അതിനായി
നിങ്ങൾ മാത്രം പോരാ, നിങ്ങളുടെ രക്ഷിതാക്കളും കൂടെ ഉണ്ടാവണം. അതുകൊണ്ട് രക്ഷിതാവിനെ അടുത്തിരുത്തി നിങ്ങൾ ചെയ്തതും പറയുന്നതും ശരിയാണോ എന്ന് നോക്കാൻ ചില ഹോംവർക്കുകൾ ഞാൻ തരുന്നുണ്ടേ, ചെയ്യണേ. രക്ഷിതാക്കളുടെ ഒരു വാക്ക്, നമ്മുടെ മക്കളുടെ പഠനമാണ് നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഏറ്റവും വലിയ പ്രാധാന്യമുള്ള കാര്യം. അതുകൊണ്ട് തന്നെ ഈ കൊച്ചുപ്രായത്തിൽ അവർ പഠിക്കുമ്പോൾ ഒന്നിച്ച് നമ്മളും കൂടി ഇരിക്കുന്നത് അവരുടെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ എപ്പോഴും ഒരു നാഴികക്കല്ലായി മാറും. അതുകൊണ്ട് തന്നെ രക്ഷിതാക്കളോടും കൂടി ഇവരുടെ പഠനത്തിൽ ഇവരെ സഹായിക്കാൻ, ഇവർ ശരിയായ വഴിയിലാണ് പഠിക്കുന്നതെന്ന് മനസ്സിലാക്കാൻ ഒന്ന് സഹായിക്കണേ. ഇവരുടെ ഹോംവർക്കുകൾ അവർ ചെയ്തു കഴിഞ്ഞാൽ ശരിയാണോ എന്ന് നിങ്ങളൊന്ന് ചെക്ക് ചെയ്യണേ. ഓക്കെ, താങ്ക് യു.